ഹലോ, ഇന്നെന്താ ഉണ്ടാക്കേണ്ടത്? ഞാനിന്ന് ഒരു അടിപൊളി മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കിന്ന് നല്ല ഫ്രഷ് ചൂര 1/2 കിലോ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചാണ് മീൻകറി ഉണ്ടാക്കുന്നത്. ദേ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, അതുമാതിരി നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ കാണിച്ചു തരാം. എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്നും അല്പം ഒന്ന് വ്യത്യാസം വരുത്തിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തുടങ്ങാം അല്ലേ. ചീനച്ചട്ടി ചൂടായപ്പോൾ 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തിരുമ്മിയ നാളികേരം ചേർക്കാം. കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയൊരു കഷ്ണം സവാള നീളത്തിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക് നിങ്ങളുടെ എരിക്ക് അനുസരിച്ച് ചേർക്കുക. 1 ടീസ്പൂൺ കൊത്തമല്ലി, നല്ല മണത്തിനും രുചിക്കും കറിവേപ്പില ചേർത്തു. മീഡിയം ഫ്ലെയിമിലൊന്ന് നല്ല വറുത്തെടുക്കുക. നല്ല ബ്രൗൺ കളറാവുന്നവരൊന്ന് വറുക്കാട്ടോ. എളുപ്പത്തിൽ വറുക്കണമെങ്കിൽ അല്പം ഉപ്പ് ചേർത്തോളൂ. ഒരുവിധമൊക്കെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അത് കുറച്ചുകൂടി ഒന്ന് മൂക്കണം. കറക്റ്റായിട്ട് കളർ വന്നിട്ടില്ല. വീഡിയോ കാണുന്നതിനൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ലതുമാതിരി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കുക. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് തണുക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് അല്പം പുളി കുതിരാൻ വെള്ളത്തിലിടാം. അല്പം പുളി മതി. ചൂരക്കറിക്ക് അധികം പുളി വേണ്ട കേട്ടോ. വറുത്ത് വെച്ച തേങ്ങ നല്ലമാതിരി തണുത്തിട്ടുണ്ട്. ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുതിരാൻ വെച്ച പുളി ഈ വെള്ളത്തിൽ നിന്ന് അല്പം എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ലമാതിരി അല്പം ഞാൻ പുളിവെള്ളം ബാക്കി വെച്ചിട്ടുണ്ട്. അത് ആവശ്യമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണിച്ചു തരാം എന്തിനാണ്. ഞാൻ ചീനിച്ചട്ടിയിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് അരച്ചെടുത്ത് അരപ്പൊന്ന് അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആ ഗ്രേവി ഒന്ന് ലൂസാക്കാം. മിക്സിയുടെ ജാറും കൂടി ക്ലീൻ ചെയ്ത് ഒഴിക്കുവാണ് വെള്ളം. ഇനി നമുക്ക് അടുത്തതായിട്ട് നല്ലമാതിരി മിക്സ് ചെയ്യുക. ഉപ്പെല്ലാം കൂടി മിക്സ് ആവട്ടെ. അടുത്തതായിട്ട് ഞാൻ ഒരു 1/2 കിലോ ചൂരമീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചിരുന്നത് അതും കൂടി ചേർക്കുവാണ്. ഇതിനായിട്ടാണ് ഞാൻ അല്പം ഒന്ന് മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ. നമുക്ക് കുറച്ചുകൂടി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലമാതിരി ലൂസാക്കാം. എന്നിട്ടുണ്ടല്ലോ നമുക്കതൊന്ന് ഗ്യാസിൽ വെച്ചിട്ടോ നല്ലമാതിരി ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ വെറുതെ മസാലക്കൂട്ടൊന്നും ഇല്ല. തിളപ്പിക്കുമ്പോൾ നല്ലമാതിരി ആ ഉപ്പും പുളിയൊക്കെ നല്ലോണം പിടിക്കും കേട്ടോ. ഇനി നമുക്കത് തിളച്ച് കഴിഞ്ഞിട്ട് അരപ്പങ്ങോട്ട് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. ഇനി ചട്ടിയോടെ കറിക്കൊന്ന് മിക്സ് ചെയ്യാം. കറി തിളച്ച് കഴിയുമ്പോൾ 2 പച്ചമുളക് ചേർക്കാം. പിന്നെ അല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. വെന്ത് കഴിയുമ്പോൾ കറിക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള തിക്നെസ് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചൂര മീൻകറി റെഡി ആയിട്ടുണ്ട്. ഒരു തവണ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് കമൻസും ലൈക്കും ഒക്കെ ചെയ്യുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അത് ഉറപ്പാണ്. ഇനി നമുക്ക് ചൂട് ചോറിനൊപ്പം ഈ കറി ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ. ഇനി മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, ബൈ.